Hi friends, welcome to Shammy's Kitchen. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു മുളക് ചമ്മന്തിയാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം വെച്ചിട്ട് ഇഡ്ലിയുടെയോ ദോശയുടെയോ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൈഡായിട്ട് വെച്ച് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമ്മീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ ചമ്മന്തി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇതുപോലെ ഒരേ ഒരു ടീസ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഏകദേശം ഒരു 10-12ഓളം ചെറിയ വെളുത്തുള്ളി അല്ലി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. വലിയ അല്ലിയാണെന്നുണ്ടെങ്കിൽ ഒരു 7 എണ്ണം മാത്രം മതിയാവും. അതുകൂടി ചേർക്കാം. വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ മാത്രം വെച്ചിരുന്നാൽ മതിയാവും. ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ട് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് ഇതുപോലെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി അതും ചേർക്കാം. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അതായത് നമ്മുടെ ഈ ചെറിയ ഉള്ളിയുടെയും വെളുത്തുള്ളി അല്ലിയുടെയൊക്കെ കളറൊക്കെ ഇങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ മാറി തുടങ്ങുന്നവരെ മാത്രം, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഫ്ലെയിം ഇപ്പോൾ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് അതിൻ്റെ പുറം ഭാഗത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിക്കോളും. വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ലൈറ്റായിട്ട് കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് അത്യാവശ്യം വലിയ തക്കാളിയിൽ ഒരു തക്കാളി ഞാനിപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതുകൂടി കൂടുതൽ തക്കാളി ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരേ ഒരു തക്കാളി മാത്രം മതിയാവും. തക്കാളി ചേർത്തിട്ട് ഒരുപാട് സമയത്ത് വറ്റണം എന്നുള്ള ആവശ്യമില്ല. നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. ഇപ്പോൾ നമ്മുടെ തക്കാളിയും നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 15ഓളം വറ്റൽമുളകും കൂടി. വറ്റൽമുളക് ലാസ്റ്റിൽ ചേർത്താൽ മതിയാവും. ഫസ്റ്റിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ ആകെ മാറിപ്പോവും. അതിൻ്റെ പേരിലാണ് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള വറ്റൽമുളക് ചേർക്കാവുന്നതാണ്. വറ്റൽമുളകെല്ലാം ചേർത്ത് കൊടുത്ത് ലൈറ്റായിട്ട് മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ വറ്റൽമുളകും നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല ചൂടാണ്. ചൂട് ലൈറ്റായിട്ടൊന്ന് മാറിയതിന് ശേഷം ഇനി നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോഴത്തേക്ക് നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരഞ്ഞ് കിട്ടും. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരല്പം തേങ്ങാക്കൊത്തും കൂടി ഈ ഒരു അളവിൽ, അതായത് നമ്മുടെ ഒരു മുറി തേങ്ങയുടെ പകുതി മതിയാവും. ഒരു മുറി കംപ്ലീറ്റ് ആയിട്ട് വേണ്ട. ഈ ഒരു അളവിൽ വളരെ കുറച്ച് തന്നെ അതുകൂടി ഇതിലേക്കൊന്ന് ചേർക്കാം. തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇനി ഇതിലേക്ക് ഒരല്പം മാത്രം വേണമെങ്കിൽ ഒരല്പം മാത്രം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിപ്പും കൂടി ചേർക്കാനുണ്ട്. താളിപ്പിന് വേണ്ടിയിട്ട് വീണ്ടും അതേ കടായിലേക്ക് തന്നെ ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ എണ്ണ ചേർത്തിട്ടുള്ളത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ വേണ്ടത് ഒരു 4-5 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടിയാണ്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ചെറിയ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി കിട്ടട്ടെ. നല്ലൊരു ഗോൾഡൻ കളർ വന്നാൽ മതിയാവും. ഫ്ലെയിം ഞാൻ ഈ സമയത്ത് ഒന്ന് മീഡിയത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ കളറെല്ലാം മാറിയിട്ട് നല്ലൊരു ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. ഈ ഒരു സമയം പിന്നെ വേണ്ടതാണ് ഇതുപോലെ ഒരു പിഞ്ചളവിൽ കായപ്പൊടിയും കൂടി. നമ്മുടെ സാമ്പാർ കായ ഉണ്ടല്ലോ, അത് തന്നെയാണ്. ഇതുപോലെ ഒരല്പം മാത്രം മതിയാവും. ഒരുപാട് കൂടിപ്പോകരുത്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ആവശ്യമായിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് വേണ്ടത് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയും കൂടിയാണ്. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ നമ്മൾ ഈ താളിപ്പിലേക്ക് ചേർക്കുന്ന ഒന്നും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചേർത്തേക്കണം. ഇപ്പോൾ ആ മുളക് പൊടിയുടെയും കായപ്പൊടിയുടെയൊക്കെ നല്ലൊരു മണമാണ് വരുന്നത്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് നമ്മളിത് അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചമ്മന്തിയും കൂടി ചേർക്കാം.
വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു അല്പം മാത്രം ഇതുപോലെ കുറച്ച് 2-3 ടീസ്പൂൺ അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതുകൂടി ചേർക്കാം. ഒരുപാട് വെള്ളം ചേർക്കരുത്. നമ്മുടെ ഈ ചമ്മന്തിയിലേക്ക് നമ്മൾ ഇതുവരെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് മാത്രം ഉപ്പും കൂടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് സമയമായിട്ട് നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ കുറച്ച് മാത്രം നമ്മുടെ ഈ താളിപ്പെല്ലാം നമ്മുടെ ചമ്മന്തിയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നത് പോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് തിളയ്ക്കേണ്ട ഒന്നും ആവശ്യമില്ല. ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ. നമ്മളിങ്ങനെ വളരെ കുറച്ച് മാത്രമേ ചേരുവകളൊക്കെ ചേർത്തിട്ടുള്ളൂ. പക്ഷേ നമ്മൾ സാധാരണ ചമ്മന്തി തയ്യാറാക്കുന്നതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള രുചിയിലായിരിക്കും ഇത് കിട്ടുന്നത്. നമുക്കിത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൈഡായിട്ട് വെച്ച് കഴിക്കാവുന്നതാണ് കേട്ടോ. ഉറപ്പായിട്ട് ഇതുവരെ ഇതുപോലെ ഒരു ചമ്മന്തി തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരെയ്ക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.